മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നേരിടേണ്ടി വരുന്നൊരു പ്രധാന വെല്ലുവിളിയാണ്. ഇതിനു മുന്നോടിയായി റാന്നി താലൂക്കിലെ അങ്ങാടി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് വിലയിരുത്താം. നമ്മുടെ പ്രദേശങ്ങളിൽ പ്രധാന വെല്ലുവിളിയാണ് മാലിന്യ സംസ്കരണം. സംസ്ഥാനത്തെ ശുചിത്വ പരിപാലന രംഗത്ത് സമഗ്രമായ മാറ്റം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യമാണ് ഹരിതകർമ്മസേന നടപ്പാക്കുന്നത്. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കുന്നതിന് വേണ്ടി ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ഒരു മുതൽക്കൂട്ടാണ്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ ഹരിതകർമ്മസേനയുടെ സേവനങ്ങൾ നടന്നു വരുന്നത്. വീടുകൾ, സ്ഥാപനങ്ങൾ, പൊതു ഇടങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും പാഴ്വസ്തുക്കൾ തരംതിരിച്ച് പുനരുപയോഗവും പുനഃചംക്രമണവും നടപ്പാക്കൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ ഓരോ സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കടന്നു ചെല്ലുമ്പോൾ സ്വീകരണവും മറിച്ച് അവഹേളനവുമാണ് ഇവർ നേരിടുന്നത്. വീടുകളിൽ കയറി QR കോഡ് ഒട്ടിച്ചിട്ടുണ്ട്. അത് സ്കാൻ ചെയ്തിട്ട് അത് ഇങ്ങനെ വേസ്റ്റ് എടുക്കും. പ്ലാസ്റ്റിക് മാലിന്യ ഇത് ചാക്കിനകത്ത് പറക്കി ഞങ്ങൾ വീട്ടിൽ അവിടെ കൊണ്ടുപോയി MCB കൊണ്ടുവച്ച് അത് തിരഞ്ഞ് പിന്നെ അത് MCB പിന്നെ വീണ്ടും പഞ്ചായത്തിൽ കൊണ്ടുചെല്ലും. അവർ വണ്ടി വിടുമ്പോൾ അതുകൊണ്ട് അവിടെ കൊണ്ടൊന്ന് ശേഖരിക്കും. ഇത് സെപ്പറേറ്റായിട്ട് തിരഞ്ഞ് വേണം നിങ്ങൾക്ക് കൊടുക്കുക. പ്ലാസ്റ്റിക് വേറെ, പാൽ കവർ വേറെ, കുപ്പി വേറെ, ഇങ്ങനെ എല്ലാം വെവ്വേറെ തിരഞ്ഞ് വേണം കൊടുക്കാൻ. വെയിലുണ്ട്, ഞങ്ങൾക്ക് കടുത്ത ചൂടാണ്, ഞങ്ങൾക്ക് പറ്റത്തില്ല, എന്നാലും ഞങ്ങളങ്ങ് ചെയ്യുക. ഞങ്ങൾ ചെല്ലുമ്പോൾ എല്ലാ വീട്ടുകാരും സഹകരിക്കാൻ, ചിലർ സഹകരിക്കും, ചിലർ സഹകരിക്കത്തുമില്ല. ഞങ്ങൾ ചിലപ്പോൾ 9 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങി ഓരോ വീടുകൾ, ചില വീടുകളിലൊക്കെ ചെന്ന് ആൾ കാണുകയില്ല, എന്നാലും കയറണം. അവിടെ നമ്മൾ QR കോഡ് ഒട്ടിച്ചിടത്തോളം കാലം നമ്മൾ അവിടെ കയറി സ്കാൻ ചെയ്യണം. ഇല്ല, ഞങ്ങൾ ആളില്ലെന്നങ്ങ് എഴുതി വിടും. ഒരു ദിവസം ഒരു 25-30 വീട് ഞങ്ങൾ കയറും മാക്സിമം. ഈ കൊടും ചൂടിലും അവ വകവയ്ക്കാതെ കഷ്ടപ്പാടിലും ജീവിതം വഴിമുട്ടാതിരിക്കാൻ ഹരിതകർമ്മസേന ദൗത്യം തുടരുകയാണ്. സിറ്റി ന്യൂസ്, റാന്നി.